ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 100 ഡേയ്സ് വീഡിയോ മേക്കിംഗ് ചലഞ്ചിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഡേ 1 മുതൽ 15 വരെയുള്ള ചലഞ്ചസ് കംപ്ലീറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഒരു കൺഗ്രാറ്റുലേഷൻസ്. കാരണം നിങ്ങളുടെ സമയം, നിങ്ങളുടെ ആക്ഷൻസ് ഒക്കെയാണ് നിങ്ങളുടെ റിസൾട്ട്സ് കൊണ്ടെത്തിക്കുന്നത്. ഇതുവരെ ചാനലിലോ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസ് നിങ്ങൾ കാണുക. കണ്ടതിന് ശേഷം ഇന്നത്തെ ടാസ്ക് മുതൽ നമ്മുടെ ആ ഒരു ജേർണിയിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് നസീബ, മണി മാനേജ്മെന്റ് കോച്ചാണ്, അതുപോലെ ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് കോച്ച് കൂടിയാണ്. നമ്മുടെ ഈ ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഈ ഒരു ചലഞ്ചിൽ ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്ന കാര്യം, നിങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ള കോൺഫിഡൻസ് കൂട്ടുകയും അതുപോലെ നല്ല ക്വാളിറ്റി കസ്റ്റമേഴ്സിനെ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, യൂട്യൂബിലാവട്ടെ, ഏത് പ്ലാറ്റ്ഫോമിൽ വഴിയിട്ട് നിങ്ങൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യണമെങ്കിലും അത് വഴിയിട്ട് നിങ്ങൾക്ക് നല്ല കസ്റ്റമേഴ്സിനെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനും ഈ ഒരു ചലഞ്ച് ഞാൻ പ്രോമിസ് ചെയ്യാണ്. സോ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ആക്ഷൻസ് എടുക്കുക എന്നുള്ളത് മാത്രമാണ്. സോ ഈ ഒരു ചലഞ്ച് സീരിയസ് ആയിട്ട് കണ്ടാൽ മാത്രമാണ് നമ്മുടെ റിസൾട്ടുകൾ വരുന്നത്. ആ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾ മാറ്റുക. അതിനുശേഷം ഈ ചലഞ്ച് റെഡി എന്ന്, അല്ലെങ്കിൽ ചലഞ്ചിന് റെഡി ആയിട്ടുണ്ടെങ്കിൽ റെഡി എന്ന് ടൈപ്പ് ചെയ്യുക. സോ നമ്മൾ ഡേ 16 നമ്മൾ നോക്കുന്നത് നമ്മുടെ HSA ഫോർമാറ്റിലുള്ള വേറൊരു ഹുക്കിനെ കുറിച്ചിട്ടാണ്. സോ ഈ ഒരു ഹുക്കിൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ആർ യു ടയേർഡ് ഓഫ്? നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെയധികം നിരാശയാകാറുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനകത്ത് വളരെയധികം വിഷമം തോന്നാറുണ്ടോ? ഈ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കഷൻസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തതിന് ശേഷം ടയേർഡായോ? അപ്പം നിങ്ങളുടെ നോളജോ അല്ലെങ്കിൽ പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസിലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ഹുക്ക് പോയിന്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളും ആ ഒരു ക്ലയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കാം. സോ നിങ്ങൾ ബ്യൂട്ടി പ്രോഡക്ട്സ് ആവട്ടെ, അല്ലെങ്കിൽ ഫിറ്റ്നസ് ആവട്ടെ, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്രോഡക്ട്സ് ആവട്ടെ, ഏതൊരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെ തുടങ്ങുക. നിങ്ങൾ ഡാഷ് ചെയ്ത് ടയേർഡായോ, അല്ലെങ്കിൽ ആർ യു ഫീലിംഗ് ടയേർഡ് ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചോദിക്കുക. ഇതാണ് നമ്മുടെ ഹുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാം എന്നുള്ള സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്ന് നിങ്ങൾക്ക് അടുത്ത സൊല്യൂഷൻ പോയിന്റിലോട്ട് വരാം. ഈ സൊല്യൂഷൻ പോയിന്റിൽ നിങ്ങൾക്ക് ഒരു സ്റ്റോറി വേണമെങ്കിൽ ഉൾപ്പെടുത്താം, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് കൊടുക്കാം, സീക്രറ്റ്സ് കൊടുക്കാം, സ്ട്രാറ്റജീസ് കൊടുക്കാം. നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണോ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അവർക്കൊരു സൊല്യൂഷൻ കൊടുക്കുക. അതായത് ഒരു ഹുക്ക് പോയിന്റ് ഇട്ടതിന് ശേഷം, അല്ലെങ്കിൽ ഇന്ന പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ എന്ന് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ആ ഒരു ഹുക്ക് പോയിന്റ് ഇട്ടതിന് ശേഷം അതിനുള്ള സൊല്യൂഷൻസ് കൊടുക്കും. അല്ലെങ്കിൽ ആ ഈ ഒരു വീഡിയോ കാണുക, ഇതിനകത്ത് ഞാൻ ഇന്ന ഇന്ന സ്റ്റെപ്സുകൾ പറയണം എന്നുള്ള സൊല്യൂഷൻ കൊടുക്കുമ്പോൾ എന്തായിരിക്കും, അവർ കൂടുതലായിട്ട് കൺവിൻസ്ഡ് ആയിരിക്കും. അതിനുശേഷം ലാസ്റ്റ് നമ്മളൊരു ആക്ഷൻ പോയിന്റ് വയ്ക്കുക. അതായത് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് കമൻറ്റ് ചെയ്യുകയെന്നോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിക്ക് ഒരു ആക്ഷനും കൂടി നിങ്ങൾ കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ സാധാരണയായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം അവർ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കസ്റ്റമേഴ്സിനെ കിട്ടാതെ ടയേർഡായോ എന്ന് ഞാനിപ്പം പറയുമെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളിൽ ഒരുപാട് പേര് അതിന് ഹാർഡ് വർക്ക് ആയപ്പോൾ നിങ്ങൾ ടയേർഡായോ, ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ക്വാളിറ്റി കസ്റ്റമേഴ്സിനെ കിട്ടാതായപ്പോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഓ എനിക്ക് നല്ല കസ്റ്റമേഴ്സിനെ കിട്ടുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നിങ്ങൾ ബെഗ് ചെയ്യാതെയും ഒരുപാട് എന്താണ് ആഡ് പോസ്റ്റ് അല്ലെങ്കിൽ ആഡ് റൺ ചെയ്യാതെയും നമുക്ക് ഒരു പെയ്ഡ് ആഡ് കൊടുക്കാതെയാണെങ്കിലും നമുക്ക് ക്വാളിറ്റി ക്ലയൻസിനെ അട്രാക്ട് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ വിചാരിക്കും, ആ ഓക്കെ, അതായത് നമ്മൾ സാധാരണയായിട്ട് ഏതൊരു ബിസിനസ്സുകാരനും ആഡ് റൺ ചെയ്യാനുള്ള ഫണ്ട് ഉണ്ടായിരിക്കണം. അപ്പം ആഡ് റൺ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെയുള്ള നോൺ ഓർഗാനിക് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലയൻസിനെ നമുക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ വരുന്ന ഒരു സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും, ഓ എനിക്ക് ഓക്കെ പറ്റുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തായിരിക്കും ഇങ്ങോട്ട് ആ ഒരു വീഡിയോ കംപ്ലീറ്റ് കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ പറയുന്നത്, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ക്ലയൻറ്റ് എന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് അവിടെ ഒരു നിങ്ങളൊരു ആക്ഷൻ എടുക്കുന്ന ഒരു സംഭവം ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു പെയിൻ പറയുക, അതിനുശേഷം നിങ്ങൾ സൊല്യൂഷൻ എന്താണോ അത് സ്റ്റെപ്പായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു കോണ്ടന്റ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക, അതിനുശേഷം നിങ്ങളൊരു ആക്ഷൻ കൊടുക്കുക. സോ നിങ്ങളിപ്പം ചെയ്യേണ്ടത്, നിങ്ങൾ നോട്ട് എടുക്കുക. നോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ HSA ഫോർമാറ്റ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ എഴുതാനുള്ള ഹെഡിങ് എന്ന് പറഞ്ഞാൽ ആർ യു ടയേർഡ് ഓഫ് എന്ന് പറഞ്ഞ് എഴുതുക. അതിനുശേഷം നിങ്ങളുടെ ഉള്ളിലുള്ള, ഇപ്പം നിങ്ങളുടെ എക്സാക്ട് പെയിൻ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് നിങ്ങളോട് പറയുന്ന വിഷമങ്ങളോ ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതെന്നുള്ള കാര്യം
കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ആ ഒരു പെയിൻ എടുത്ത് എഴുതിയതിന് ശേഷം അല്ലെങ്കിൽ ഓഡിയൻസിനെ ട്രിഗർ ചെയ്യുന്ന ഒരു പ്രോബ്ലം എടുത്ത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് പറയുന്ന പെയിൻസുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിന് എഴുതുക. അതിനുശേഷം അവർക്കൊരു ഹോപ്പ് അല്ലെങ്കിൽ ഹോപ്പ് കൊടുക്കുക. അതായത് അവരെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്താണ്, ലെറ്റ് മീ ഷോ, ഞാനിത് കാണിച്ചു തരാം, ഇത് പോസിബിൾ ആണ് എന്നുള്ള ആ ഒരു ഹോപ്പ് കൊടുക്കുക. സോ ഹോപ്പ് കൊടുത്തതിന് ശേഷം ഒരു ആക്ഷൻ എടുക്കാനായിട്ട്, ഇപ്പം നിങ്ങൾ DM ചെയ്യാനോ അല്ലെങ്കിൽ ഫോളോ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡിനെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനോ ഒക്കെ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. ഇങ്ങനെ പറയുമ്പം അവരെന്താണ്, ഓക്കെ എനിക്കിത് യൂസ്ഫുൾ ആണ് എന്നുള്ളത്. അപ്പം നിങ്ങളുടെ പ്രോഡക്റ്റ് അനുസരിച്ച് കൊണ്ട് ഈ ഒരു ഹുക്ക് പോയിന്റ് വെച്ചുകൊണ്ട് നിങ്ങളൊരു എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റ് എഴുതുക. സ്ക്രിപ്റ്റ് എഴുതിയതിന് ശേഷം നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കുക. വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആ ഒരു വീഡിയോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം അതുപോലെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഡേ 1ലുള്ള വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതിനകത്ത് നമ്മളൊരു അഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ആ അഫർമേഷൻ നോട്ട് എഴുതിയിട്ട് ആ ഒരു അഫർമേഷൻ വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു വീഡിയോവും സ്ക്രിപ്റ്റും ഒക്കെ നിങ്ങൾക്ക് ഫിൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും ഒരു പുതിയൊരു ഫോർമാറ്റ് ഇപ്പം കിട്ടിയിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളും അതുപോലെ ഒരുപാട് കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് അതാണ് ഓട്ടോമാറ്റിക്കലി അട്രാക്ട് ചെയ്യാനും ഈ ഒരു ടെംപ്ലേറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് നമ്മൾ ഇത്രയേ ഉള്ളൂ, ഒരു കാര്യം പറയുക, അതിനെ എന്ത് ചെയ്യുക, അവിടെ ആ ഒരു ഗ്യാപ്പിന് ഫില്ല് ചെയ്ത് കൊടുക്കുക, അതിനെ ഉപയോഗിക്കാനായിട്ട് നോക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടും അതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും നാളൊരു സൂപ്പർ ഡൂപ്പർ ചലഞ്ചുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെയും ടേക്ക് കെയർ, ബൈ, താങ്ക് യു സോ മച്ച്.